ഇന്ന് നാം ഇവിടെ തുടങ്ങി വെച്ച ബൈബിൾ കൺവെൻഷന്റെ 25ാം വാർഷികമാണ്. സിൽവർ ജൂബിലി, രജത ജൂബിലി. ഇത് തുടങ്ങി വെച്ച ആ കാലം ഞാനിവിടെ ഇല്ലായിരുന്നു എന്ന് വരികയും അന്ന് ഞാൻ തക്കലയിലാണ്. അത് എപ്രകാരം ആരംഭിച്ചെന്നും അഭിമന്യ ജോസഫ് പൗത്തിൽ മെത്രാപ്പോലീത്തായോടൊപ്പം നമ്മുടെ മൽപ്പാൻ ബഹുമാനപ്പെട്ട മാത്യു വെള്ളാനിക്കരച്ചൻ അതിന് കൊടുത്ത നേതൃത്വവും എനിക്ക് നന്നായി അറിയാം. ഇപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന തിരുവചന ഭാഗം നമ്മുടെ ഈ കൺവെൻഷന്റെ മുദ്രാവാക്യമായിട്ട് തെരഞ്ഞെടുത്തത് വലിയ ബഹുമാനപ്പെട്ട മൽപ്പാൻ വെള്ളാനിക്കരച്ചനാണ്. അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന ഒന്നാണ്, വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നാണ്, പഠിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മാംസം ധരിച്ച വചനം വിഭജിക്കപ്പെടുന്ന ഒന്നുമാണ്. അതാണ് കർത്താവായ ഈശോ മിശിഹായിൽ സംഭവിച്ചത്. ആ വിഭജന ശുശ്രൂഷയാണ് സഭയുടെ പാരമ്പര്യത്തിൽ നമുക്ക് വിശുദ്ധ കുർബാനയായി ലഭിച്ചിട്ടുള്ളത്. കർത്താവിന്റെ സമർപ്പണം, കുർബാന, ഓഫറിംഗ്, അത് നമ്മുടേതായി മാറിയിരിക്കുന്നു. അങ്ങനെ കർത്താവ് തന്നെ കൽപ്പിച്ച ആ കൽപ്പനയുടെ അനുവർത്തനം ഓരോ ദിവസവും വിശിഷ്യ ഞായറാഴ്ചകളിൽ നിർവഹിച്ചുകൊണ്ട് നമ്മൾ കർത്താവിന്റെ ശരീരത്തിൽ അവയവങ്ങളായി പരിപോഷിപ്പിക്കപ്പെടുകയാണ്. ഇവിടുത്തെ വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ ശ്രമിച്ച് നാം നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് നമ്മെ സഹായിക്കുന്ന തിരുവചനങ്ങളാണ് ഈ നോയമ്പ് കാലത്തിലെ ഈ ദിവസത്തിൽ സഭ നമുക്കായിട്ട് നൽകിയിരിക്കുന്നത്. നാം ഇപ്പോൾ വായിച്ചു കേട്ടവയല്ല. അബ്രാഹത്തിന്റെ വിളി, എല്ലാം ഉപേക്ഷിച്ച് കൽദായിലെ ഊറിൽ നിന്ന് ദൈവം കാണിച്ചു തന്ന സ്ഥലത്തേക്ക് പോകുന്ന അബ്രാഹം ഏതൊരു വിശ്വാസിക്കും ഒരു മുൻ മാതൃകയാണ്. അബ്രാഹം യഹൂദർക്ക് മാത്രമല്ല, ക്രൈസ്തവർക്കും പിതാവാണ്. വിശ്വാസികളുടെ പിതാവെന്ന് അബ്രാഹം വിളിക്കപ്പെടുന്നത് ശരിയാണ്. കാരണം ദൈവം പറഞ്ഞത് അക്ഷരശ നിറവേറ്റിയവനാണ് അബ്രാഹം. ഈ അബ്രാഹത്തിൻ്റെതുപോലെയുള്ള അനുസരണത്തെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹ സൂചിപ്പിച്ചത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ, ദൈവത്തെ അനുസരിക്കുന്നവൻ, ദൈവത്തോട് വിധേയത്വം പുലർത്തുന്നവൻ ശരിയായ പാതയിലാണ്. അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ തുടർക്കഥ സൃഷ്ടിക്കുന്നവനാണ്. ഈ പിതാവിനെ പകരമായിട്ടാണ് ദൈവമായ പിതാവിനെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നമുക്ക് കാട്ടിത്തന്നതും ആ പിതാവിന്റെ മക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ മാമോദീസ സ്വീകരിച്ച് ദൈവമക്കളായിരിക്കുന്നതും. ഇന്ന് നമ്മൾ അബ്രാഹത്തിന്റെ മക്കൾ എന്നതിനേക്കാൾ ഉപരി ദൈവപിതാവിന്റെ മക്കളും ഈശോ മിശിഹായിൽ സഹോദരി സഹോദരന്മാരും പരിശുദ്ധാത്മാവിൽ പിതാവിലേക്ക് നയിക്കപ്പെടുന്നവരുമാണ്. ഇന്ന് ത്രിയേക ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പിതൃത്വത്തിലാണ് നമ്മളായിരിക്കുന്നത്. മക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ കർത്താവ് ഈശോ മിശിഹായുടെ വചനത്തിന് കാതോർക്കുന്നു, അതിന്റെ ഉത്തരവാദിത്വങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നു, ആത്മാവിന്റെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവജനമായിട്ട് തീർത്ഥാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യമാണ് ബൈബിൾ കൺവെൻഷനുകളിലായാലും ദേവാലയത്തിലെ വചന പ്രഘോഷണങ്ങളിലായാലും വിശ്വാസ പരിശീലന ക്ലാസുകളിലായാലും കൂട്ടായ്മകളിലെ തിരുവചന ധ്യാനത്തിലായാലും വീടുകളിലെ ദൈവവചന വായനയുടെ സമയത്തായാലും എല്ലാം നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മൾ ദൈവത്തെ കേൾക്കുകയാണ്, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുകയാണ്. ആ ഹിതമനുസരിച്ചുള്ള ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എപ്രകാരം സമന്വയിപ്പിച്ചുകൊണ്ട് ദൈവമക്കളായിട്ട് നമ്മൾ ജീവിക്കണമെന്നുള്ളതിന്റെ പാഠങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ആ സന്ദർഭങ്ങളിലെല്ലാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ അഷ്ടഭാഗ്യങ്ങൾ വായിച്ച് ശ്രമിച്ചു. അഷ്ടഭാഗ്യങ്ങൾ സ്വർഗരാജ്യത്തിന്റെ അജണ്ടയാണ്.
സ്വർഗരാജ്യം സ്ഥാപിക്കുന്നതിനാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വന്നത്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭരണം സംസ്ഥാപിതമായിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ കൂട്ടായ്മ. അതാണ് സ്വർഗരാജ്യം. അതൊരു ഭൂപ്രദേശമല്ല, അത് മനുഷ്യ ഹൃദയങ്ങളുടേതായ ഒരു സമന്വയമാണ്. ആ ഹൃദയങ്ങളിലേക്കാണ് ദൈവമായ പിതാവിന്റെ സന്ദേശം നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ കടത്തിവിട്ടിരിക്കുന്നത്. ആ ഹൃദയങ്ങളിലാണ് നാം ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത്. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന എന്ന് കർത്താവ് വിശേഷിപ്പിച്ചത് അതാണ്. നാം ഉള്ളുകൊണ്ട് ദൈവത്തിലായിരിക്കുന്നവർ. അരയോപാഗസിലെ പ്രസംഗത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ നാം ദൈവത്തിലായിരിക്കുന്നവരും ചരിക്കുന്നവരും ജീവിക്കുന്നവരുമാണ് എന്ന് വരിക. അതിലുപരി ഇന്ന് നാം കർത്താവായ യേശു മിശിഹായിലൂടെ ദൈവത്തിലായിരിക്കുകയും ചരിക്കുകയും ജീവിക്കുകയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുമാണെന്നുള്ള നമ്മുടെ യഥാർത്ഥ സ്ഥിതി നാം നമ്മിലേക്ക് ഒരനുഭവമാക്കി മാറ്റുന്ന സന്ദർഭങ്ങളാണ് വചന പ്രഘോഷണത്തിന്റെയും വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെയും സമയങ്ങൾ. അപ്രകാരമുള്ള ഒരു വലിയ സമയമാണ് ഇന്നേ ദിവസം കർത്താവ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. കർത്താവ് സംസ്ഥാപിക്കാൻ ആഗ്രഹിച്ച ദൈവരാജ്യത്തിന്റെ ദൈവമക്കളുടേതായ അവസ്ഥയിൽ ജീവിക്കുന്നവരുടെ ആ ഒരു ആഗ്രഹം ആത്മാവിൽ അവർ ദരിദ്രരാണ്. ആത്മാവിൽ അവർക്ക് തന്നെ ഒന്നുമില്ലെന്നും എല്ലാം ദൈവം തന്നതാണെന്നുമുള്ള മനോഭാവത്തോടുകൂടി എല്ലാറ്റിനെയും കാണുകയും എല്ലാറ്റിനെയും വിനിയോഗിക്കുകയും ചെയ്യുന്നവരാണ് ഈ സ്വർഗരാജ്യം കരസ്ഥമാക്കുന്ന ദരിദ്രരായവർ. സ്വർഗരാജ്യം കർത്താവ് പഴയ നിയമത്തിൽ നൽകിയ കാനാൻ ദേശത്തിന്റെ പൂർത്തീകരണം. സ്വർഗരാജ്യം കർത്താവ് ഈ സഭയിൽ ഈ ലോകത്ത് സ്ഥാപിച്ച സഭയുടെ പൂർത്തീകരണമാണ്. ആ സ്വർഗരാജ്യമാണ് നമ്മൾ സംസ്ഥാപിക്കുവാൻ പരിശ്രമിക്കേണ്ടത്. അതിനാദ്യം പ്രഥമത നമ്മൾ ആത്മാവിൽ ദരിദ്രരായിരിക്കും. നാം ഒന്നും ഉള്ളവരെന്ന് ഭാവിക്കുന്നവരാകരുത്, എല്ലാം സ്വീകരിച്ചവരെന്ന് കരുതുന്നവരായിരിക്കും. ഉള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് കരുതുന്നവരായിരിക്കും. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദരിദ്രരായി ജീവിക്കുമ്പോൾ ദുഃഖം വരിക സ്വാഭാവികമാണ്. കാരണം മനുഷ്യൻ സമ്പന്നനാകാനുള്ള വ്യഗ്രതയിലാണ്. മനുഷ്യൻ എപ്പോഴും സ്വന്തമായിട്ട് സ്വത്ത് സമാർജിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ഭൂമി വേണം, വീട് വേണം, വസ്ത്രം വേണം, അലങ്കാരങ്ങൾ വേണം, ഭക്ഷണം വേണം, എല്ലാ വിധത്തിലുള്ളതും ഒന്നാം ക്ലാസ് ആയിട്ട് സൂപ്പറായിട്ട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നടക്കണം എന്ന് ചിന്തിക്കുന്നവനാണ്. ആ ചിന്തകൾക്കാണ് നാം ചിന്തകളോടുകൂടി നമ്മൾ ലൗകികരായി വർദ്ധിക്കുമ്പോഴാണ് അത് ലഭിക്കാതെ വരുന്നുവോ നമ്മൾ വിലപിക്കുന്നു, നമ്മൾ ദുഃഖിക്കുന്നു. പക്ഷെ ആ ദുഃഖം യഥാർത്ഥമാണ് എന്ന് വരികിൽ, ആ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കടവുള്ളവരാണെങ്കിൽ, എല്ലാം ദൈവം തരുമെന്നുള്ള ആ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള മുന്നേറ്റത്തിലാണ് നമ്മളെന്ന് വരികിൽ നമുക്ക് സമാധാനം ലഭിക്കും. നമ്മൾ ആശ്വസിപ്പിക്കപ്പെടും ദൈവത്താൽ തന്നെ. ശാന്തശീലർ ഭാഗ്യവാന്മാരാകും. ഈ ശാന്തശീലരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഗതിവിഗതികളിലും ഉയർച്ചകളിലും താഴ്ചകളിലും എല്ലാം സന്തുലിതമായ മനോഭാവം. എന്തു വന്നാലും ദൈവത്തിന്റെ ഹിതമെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ദൈവരാജ്യ മനോഭാവമുള്ളവനാണ് ശാന്തനായിരിക്കുന്നത്. അല്ലാതുള്ളവൻ ബഹളക്കാരനായി, അവൻ സമൂഹത്തില് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നവനായിരിക്കും. അവൻ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും തൻ്റെ തന്നെതായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നവനായിരിക്കും. കുടുംബത്തിൽ അവൻ കലഹമുണ്ടാകും, സഭയിലും അവൻ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. അവൻ സമൂഹത്തിൽ കലാപകാരിയായിരിക്കും. അതിൻ്റെ എല്ലാ രൂപങ്ങളും ഭാവങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ദൈവമക്കൾക്കടുത്ത ആ മനസ്സിൻ്റെതായ ശാന്തതയില്ലാത്തത്. ശാന്തതയുള്ളവര് അവര് ഭൂമി കൈവശമാക്കുമെന്നാണ് പറഞ്ഞത്. ഭൂമി കൈവശം, ഇതേത് ഭൂമിയാണ്? അവർക്ക് എസ്റ്റേറ്റുകൾ ഉണ്ടാകുമെന്നാണോ കർത്താവ് പറയുന്നത്?
അവർക്കുള്ള എസ്റ്റേറ്റുകളും അവർക്കുള്ളതെല്ലാം അവർ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നവരായിരുന്നു. ദൈവത്തിന്റെ ഭരണം ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അധ്വാനത്തിന്റെയും ക്ലേശത്തിന്റെയും ദുഃഖത്തിന്റെയും വേദനയുടേതുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരാകും. ആ ഭൂമിയാണ്, ആ കാനാൻ നാടാണ്, ആ സഭയാണ്, ആ സ്വർഗരാജ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാവിധ വിഭവങ്ങളും വിനിയോഗിക്കുന്നത്. അവർ ഭൂമി കൈവശമാണ്. അവർ ഈ ലോകത്തിൽ ദൈവരാജ്യം സ്വന്തമായി സ്വീകരിക്കും എന്നർത്ഥം. ഉള്ളവരെ പിന്നെ പറയുകയാണ്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ സഹോദര സ്നേഹത്തിന്റെ പര്യായങ്ങളാണ്. നീതി എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി വിശക്കുന്നു, ദാഹിക്കുന്നു. അവർക്ക് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് വരാൻ സാധിക്കും. അവർക്ക് സംതൃപ്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. അവർക്ക് സംതൃപ്തി ലഭിക്കുമെന്ന് കർത്താവ് പറയുന്നു. അതല്ല നാം തത്രപ്പാടോടുകൂടി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം സമ്പത്ത് വേണം. നമുക്ക് സമ്പത്തിന്റെ വിനിയോഗം അത് ദൈവരാജ്യത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിരിക്കണം. അത് അവരിന് വേണ്ടി കൂടിയുള്ളതായിരിക്കണം. അത് നല്ല സമറിയാക്കാരനിൽ പറയുന്നത് പോലെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും വളരെയേറെ ദുഃഖങ്ങളിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും സമൂഹത്തിൽ പിന്തള്ളപ്പെടുന്നവർക്കും ദരിദ്രരായിട്ടുള്ളവർക്കുമൊക്കെ സമൂഹത്തിൽ മുന്നേറി നിന്ന് സഹോദരീയ മനോഭാവത്തോടുകൂടി സമത്വ ചിന്തയോടുകൂടി ഒന്നിച്ചു പോകുവാനുള്ള ഒരു മനോഭാവവും ജീവിതശൈലിയും സൃഷ്ടിക്കുന്നവരായിട്ട് അവർ തീരണം. അതുകൊണ്ടാണ് അവർ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത്. ഈ നീതിയാണ് കർത്താവ് ഇവിടെ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ കർത്താവിന്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരവും കുടുംബപരവും സ്വഭാവപരവും സമൂഹപരവുമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ട് വ്യഗ്രചിത്തതയോടുകൂടി കർത്താവിനെ പോലെ പോകുമ്പോഴാണ് ദൈവരാജ്യം സംസ്ഥാപിതമാകുന്നത്. നമുക്ക് സംതൃപ്തി ലഭിക്കേണ്ടത് അതാണ് യഥാർത്ഥ സംതൃപ്തി. നന്നായി ഭക്ഷിച്ച് എല്ലാ ദുഃഖസൗകര്യങ്ങളോടും കൂടി ജീവിക്കുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ലഭിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ ഒരിക്കലും ചിന്തിക്കരുത്. അത് തികച്ചും അബദ്ധമാണ്. അതേസമയം അവരന് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിച്ച് അധ്വാനിച്ച് ക്ലേശിച്ച് സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയണം. അതാണ് ദൈവരാജ്യത്തിന്റെ അവസ്ഥ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് കരുണ ലഭിക്കും. ഇത് നല്ലൊരു തിരിച്ചടിയാണ്. മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ എന്നെങ്കിലും നമുക്കും കരുണ ലഭിക്കും എന്നുള്ളതിന് സംശയം. കർത്താവായ ഈശോ മിശിഹ ദൈവത്തോടുള്ള തന്റെ സമാനത പരിഗണിക്കാതെ തന്നെ മനുഷ്യനായി ദാസന്റെ രൂപത്തിൽ നമ്മളോടൊത്ത് ജീവിച്ച് മനുഷ്യവർഗത്തെ മുഴുവൻ സമുദ്ധരിച്ചതിൽ ഉണ്ടായ ക്ലേശം, ദുഃഖം, സഹനം, കുരിശുമരണമെല്ലാം നമുക്കറിയാം. പക്ഷേ ആ കർത്താവിന്റെ കരുണയോടുകൂടിയുള്ള പ്രവർത്തനത്തിന് അവിടത്തേക്ക് കരുണ ലഭിച്ചു. അതുകൊണ്ട് പിതാവിന്റെ വലത്തുവശത്തെ എല്ലാ നാമധേയത്തെക്കാളും വലിയ നാമധേയം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുലിഖിതത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ കാരുണ്യം നമ്മൾ അർഹരാക്കണം. നാം കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. കൊടുക്കാതിരുന്നാൽ നമ്മൾ ഭക്താശരായി. അതുകൊണ്ട് കരുണ കൊടുക്കുക, കരുണ ലഭിക്കും. ആരെയെല്ലാം ഏതെല്ലാം രീതിയിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കുമോ അപ്പോഴെല്ലാം ദൈവം നമുക്ക് കരുണ നമ്മുടെ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് സമയാസമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അടിസ്ഥാനപരമായ ഒരു വിശുദ്ധിയുടെ മനോഭാവമാണിത്. ഹൃദയശുദ്ധി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രമുള്ള ലൈംഗിക ജീവിതത്തിന്റെ രംഗത്തോട് മാത്രമുള്ള ഒരു ഹൃദയശുദ്ധിയല്ല. എല്ലാ തലങ്ങളിലും വിചാരങ്ങളിലും വികാരങ്ങളിലും ദൈവത്തോടൊപ്പം നിന്ന് ചിന്തിക്കുന്ന മനോഭാവമാണ്. ആത്മാവിന്റെ ചൈതന്യത്താൽ നിറയുന്ന ഒരു മനോഭാവമാണ്. നമ്മിലേക്ക് മാമോദീസായിലൂടെ വർഷിക്കപ്പെട്ട തൈലാഭിഷേകത്തിൽ നമുക്ക് നൽകപ്പെട്ട സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ,
സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിലാണ് നമ്മുടെ ഹൃദയശുദ്ധി അതിന്റെ പുരോഗതി പ്രാപിക്കുന്നത്. അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം നാം. അങ്ങനെയുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരോട് നമുക്ക് അടുക്കുമ്പോൾ തന്നെ നമ്മിലേക്ക് അവരുടെ വിശുദ്ധി പകരുന്നത് പോലെ നമുക്ക് തോന്നും. ചില ആളുകളുടെ സാന്നിധ്യത്തിൽ നിന്നാൽ തന്നെ നാം നമ്മുടേതായ ആത്മവിശുദ്ധിയിൽ വളരുന്നത് പോലെയുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകും. അതാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നിരന്തരം ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അവർ ഭാവിയിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണുമെന്നല്ല ഈ പറയുന്നത്. അവരുടെ ഹൃദയത്തിന്റെ ആ വിശുദ്ധിയിൽ അവർ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ദൈവത്തിനും സഹോദരനും സ്ഥാനമുണ്ട്. അവര് ഒറ്റയാന്മാരല്ല, അവര് സ്വാർത്ഥപ്രേരിതരല്ല. അവർ പിന്നെയോ ഔദാര്യ മനോഭാവത്തോടുകൂടി ദൈവത്തോടൊപ്പം നിന്ന് മനുഷ്യ സമൂഹത്തെ, സഭാ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നവരും അതുപോലെ തന്നെ അവിടെ എല്ലാവർക്കും സ്നേഹവും സമാധാനവും നൽകുന്നവരുമാണ്. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എത്രയോ പേര് നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നു. കർത്താവ് സംസ്ഥാപിച്ച ആ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ മിഷണറിമാര്, നമ്മുടെ അജപാലകരായ വൈദികര്, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലെ താപസികളും തപസ്വിനികളും എത്രമാത്രം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഓരോ രാജ്യങ്ങളിൽ. ഈ രാജ്യത്ത് തന്നെയും പണ്ടൊക്കെ ഇതുപോലെയുള്ള പീഡനങ്ങൾ സഭയ്ക്ക് പുറത്തു നിന്നാണ് നമുക്ക് എപ്പോഴും ലഭിച്ചെങ്കിൽ ഇപ്പോൾ സഭയ്ക്ക് അകത്തു നിന്ന് പോലും ഇതുപോലുള്ള പീഡനങ്ങൾ ലഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പീഡനങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാണെന്നാണ് കർത്താവ് പറയുന്നത്. സഹനത്തിലും മരണത്തിലുമാണ് പ്രിയമുള്ളവരെ സ്വർഗരാജ്യം മുദ്ര കുത്തപ്പെടുന്നത്. കർത്താവ് ഈശോ മിശിഹായുടെ സഹനത്തിലും മരണത്തിലുമാണ് നമ്മുടെ രക്ഷയുടെ മുദ്ര. അതുകൊണ്ട് തന്നെയാണ് കുരിശിനാൽ നമ്മൾ ഇപ്പോൾ മുദ്രയിടപ്പെടുന്നത്. അപ്പോൾ ഈ മുദ്ര സ്വന്തം ജീവിതങ്ങളിൽ ഏറ്റുവാങ്ങിയവരാണ് രക്തസാക്ഷികളും വിശുദ്ധരുമായിട്ടുള്ള വ്യക്തികൾ. അതുകൊണ്ട് നാം പീഡകൾ സഹിക്കുന്നതിലെ ക്ലേശിക്കുന്നതിലെ സന്നദ്ധരായിട്ടിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗധേയമായിട്ട് നമ്മൾ കരുതണം. ഇതെന്തോ അസാധാരണമായിട്ട് സംഭവിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ വിചാരിക്കരുത്. യാക്കോബ് ശ്ലീഹ പറയുന്നു, നിങ്ങളുടെ കഴിവിൽ കവിഞ്ഞുള്ള ഒരു സഹനവും നിങ്ങൾക്ക് നൽകുകയില്ല കർത്താവ്. പക്ഷേ സഹനത്തിന്റെ ആ വലിയ അനുഭവം വരുമ്പോൾ എനിക്ക് മാത്രം ഈ സഹനം എന്ന് പലരും ചിന്തിച്ചു പോകും. അല്ല, നമ്മോടൊപ്പം സഹിക്കുന്ന, നമ്മേക്കാൾ കൂടുതൽ സഹിക്കുന്ന, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുടെ കൂട്ടായ്മയാണ് സഭ. അത് തന്നെയാണ് സഭയുടെ ശക്തി. അത് തന്നെയാണ് സഭയെ സഭയാക്കി നിലനിർത്തുന്നതും. അത് തന്നെയാണ് സഭയ്ക്കൊരു ധാർമ്മിക ശക്തി ഈ ലോകത്തിൽ കൊടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് നാം കളഞ്ഞു കുളിച്ചിട്ട് ലൗകികതയിലേക്ക് മുങ്ങിക്കുളിക്കാൻ പോയാൽ നാം അല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. നാം നമ്മുടെ ക്രൈസ്തവ വ്യക്തിത്വം പാടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്രൈസ്തവ വ്യക്തിത്വമാണ് വൈദികരും സമർപ്പിതരും കൂടുതലായിട്ട് തങ്ങളുടെ ജീവിതങ്ങളിലൂടെ പ്രകാശിപ്പിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്ത് ദൈവത്തോടുള്ള വിധേയത്വത്തിലും സഭയോടെ കൂട്ടായ്മയോടുള്ള അനുസരണത്തിലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അസ്തിത്വങ്ങൾ നമ്മൾ ആരും മറക്കരുത്. കർത്താവിനോടുള്ള പ്രതിബദ്ധത, സഭയോടുള്ള നമ്മുടെ പ്രതിബദ്ധത നാം ഒരു നാളും മറക്കാതെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വ്രതമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് പറയുകയാണ്, എന്നെ പ്രതി മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കുകയും എല്ലാവിധ തിന്മകളും വ്യാജമായി നിങ്ങൾക്കെതിരെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. സ്വർഗരാജ്യം നിങ്ങളെയാണ്. സ്വർഗത്തിലുള്ള നിങ്ങളുടെ പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. അങ്ങനെ ആയിരുന്നല്ലോ പഴയ നിയമത്തിലെ രക്തസാക്ഷികൾ പോലും. ഈച്ചുകുളയിൽ എറിയപ്പെട്ട ബാലന്മാരും സിംഹക്കുഴിയിലേറെ എറിയപ്പെട്ട ദാനിയേലും നമ്മുടെ യാമപ്രാർത്ഥനകളും നമ്മളത് അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അവരെല്ലാം ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ അവർക്ക് സാധിച്ചു എന്ന് വരുവിൽ
ഇത് എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൈവഹിതമുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ഉരുത്തിരിഞ്ഞ് മനസ്സിലാക്കുന്നത് ഇതാണ്: എന്താണ് എന്നെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി? ഒരു വൈദികനെ സംബന്ധിച്ചുള്ള, സമർപ്പിതയെ സംബന്ധിച്ചുള്ള, ഒരു മെത്രാനെ സംബന്ധിച്ചിട്ടുള്ള ഒരിക്കലും നാം വിചാരിക്കുന്നത് പോലെയുള്ള ലൗകികമായ ഒരു വിജയത്തിന്റെ പാതയല്ല കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സ്വർഗരാജ്യത്തിന്റെ പാതയാണ്. നീ രാജാവാണോ എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യത്തിലാണ് കർത്താവ് അവസാനം വന്നു നിന്നത്. എന്റെ രാജ്യം ഭൗമികമല്ല, രാജ്യമുണ്ടെന്ന് അവിടുന്ന് പറയുകയാണ്. അപ്പോൾ എന്റെ രാജ്യത്തിൽ ഞാൻ ഇനിയും വരുമ്പോൾ മാത്രമേ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് കുടിക്കുകയുള്ളെന്ന് ശിഷ്യന്മാർക്ക് ഉറപ്പ് കൊടുത്ത കർത്താവ് ആ സ്വർഗരാജ്യത്തിലെ മഹത്വത്തിന്റെ മഹിമ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്തു തരുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആ പീഡനങ്ങളും ക്ലേശങ്ങളും നമ്മൾ ഇരിക്കും. നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരെയും അവരിങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പീഡനങ്ങൾ സഹിക്കുന്നവരെ, ക്ലേശങ്ങളിലൂടെ പോകുന്നവരെ, വിശ്വാസത്തിനു വേണ്ടി, സഭാ ജീവിതത്തിനു വേണ്ടി, അതുപോലെ തന്നെ സഭയുടേതായിട്ടുള്ള ആദർശങ്ങൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നമുക്കറിയാമല്ലോ നമ്മുടെ വാഴ്ത്തപ്പെട്ട റാണി മരിയ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് തന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ക്ലേശം സഹിച്ച് കുത്തുകളേറ്റ് മരിച്ചത്. അവിടെയൊക്കെ ദൈവരാജ്യം സംസ്ഥാപിതമായി. അന്ന് ആ രക്തസാക്ഷിണി അപ്രകാരം മരിച്ചതുകൊണ്ടല്ലേ ഇന്ന് ലോകം മുഴുവൻ അവിടെ വാഴ്ത്തപ്പെട്ടവളായിട്ട് ആദരിക്കുകയും ആ ചെറിയ ഗ്രാമത്തിലെ കഥ ഇന്ന് ലോകത്തിന്റെ കഥയായി മാറുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിശുദ്ധരെ എല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് ഈ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച് ക്ലേശിച്ച് നാട്ടുമെത്രാന്മാർക്ക് വേണ്ടിയിട്ട് പടപൊരുതിയ സമൂഹത്തിന്റെ ആദ്യത്തെ നാട്ടുമെത്രാനായിട്ട് ഇവിടെ വന്ന് സ്ഥാനമേറ്റപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉത്തരവാദിത്വ ബോധമനുസരിച്ചുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തെ ഇപ്പോൾ ധന്യനാക്കിയിരിക്കുന്നത്, ഭാവിയിൽ വിശുദ്ധനാക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് നമ്മുടെ കഥ. നമ്മുടെ ഓരോരുത്തരെയും സംബന്ധിച്ചും ഇതുപോലുള്ള ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. അത് വിവേചിച്ചറിഞ്ഞ് അത് സ്വീകരിക്കുവാൻ മടിച്ചു നിൽക്കാതെ അതിനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ, വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ വില കൊടുത്തുകൊണ്ട് മുന്നേറിയവരുടെ ഒരു വലിയ വിശുദ്ധിയുടെ ഭാണ്ഡാകാരം ഈ സഭയിലുണ്ട്. അത് നമുക്ക് കൈമുതലായിട്ടുണ്ട്. വാഴ്ത്തപ്പെട്ട വിശുദ്ധ അൽഫോൻസാമ ഭരണങ്ങാനത്ത് എപ്പോൾ പോയാലും നമുക്ക് ലഭിക്കുന്ന ആത്മീയ സംതൃപ്തി എത്ര വലുതാണ്. ഏറ്റവും കൂടുതൽ ഭാരതത്തിലെ ലത്തീൻ സഭയെ ആകർഷിച്ചിട്ടുള്ള സിറോ മലബാർ സഭയിലെ വിശുദ്ധയാണ് അൽഫോൻസാമ. കാരണം ആ അമ്മയുടെ മാധ്യസ്ഥ്യത്തിൽ പ്രാർത്ഥിച്ച് അനേകർ ഇന്നും അത്ഭുതകരമായിട്ടുള്ള ആ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാമകരണത്തിന് മുമ്പ് തന്നെ ലഭിച്ചിട്ടുള്ള പിതാക്കന്മാര്, ലത്തീൻ സഭയിലെ പിതാക്കന്മാര് തമിഴ്നാട്ടിലുള്ളവർ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നും അവർ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ഇതാണ് ആ വിശുദ്ധയുടെ ഈ സഭയിലെ പൈതൃകം. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കി നമ്മുടെ വിശുദ്ധിയുടേതായ ചൈതന്യം ഇവിടെ സൃഷ്ടിച്ച് പോകുവാനുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് നമുക്ക് ബോധമുള്ളവരാകാം. കൺവെൻഷനിലായാലും ആധ്യാത്മികമായിട്ടുള്ള ശുശ്രൂഷകളായാലും നമുക്ക് കിട്ടുന്ന എല്ലാ നല്ല പ്രചോദനങ്ങളെയും നമുക്ക് സ്വീകരിച്ചു മുന്നോട്ട്. പ്രിയമുള്ളവരെ, ഭൗതിക ജീവിതത്തിൽ സത്യത്തിനും നീതിക്കും വേണ്ടി മനുഷ്യ സമൂഹം മുഴുവൻ കേഴുന്നു എന്ന് വരികില് നാം അതിലുപരി അവയോടൊപ്പം അതിലുപരി അധ്വാനിക്കുന്നവരും ക്ലേശിക്കുന്നവരുമാണ്. മനുഷ്യ സമൂഹത്തിന്റെ ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ സമൂഹത്തിന് വേണ്ടി, ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും സ്വീകരിച്ച് എല്ലാവരും സഹോദര്യത്വത്തോടുകൂടി പരസ്പരം പ്രോത്സാഹിപ്പിച്ച് പിന്തുണ നൽകി ഒന്നിച്ചു നിന്ന് മുന്നേറുന്ന ആ സ്നേഹ ചൈതന്യത്തെ സൃഷ്ടിക്കുന്നവരായി ഇപ്പോൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തോ വികാര വിചാരങ്ങളാണ് നിങ്ങളെ ഇവിടേക്ക് ആനയിച്ചത്. അഭിമന്യ പിതാവിന്റെ ആഹ്വാനം അനുസരിച്ച് നിങ്ങൾ ഇവിടെ ഇത്രയും പേര്, പ്രത്യേകിച്ച് വൈദിക സമൂഹം ഇവിടെ വന്നിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തോ ഒരു ചൈതന്യം നിങ്ങളെ ഈ സഭയുടെ പക്ഷത്തിൽ ഒന്നിച്ചു നിർത്തുകയാണ്.
കർത്താവിന്റെ ചൈതന്യത്തിൽ നിങ്ങളെ കൂട്ടിയിണക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവ് നിങ്ങളെ ബന്ധിച്ചിരിക്കുകയാണ്. ഈ ബന്ധനത്തിലായിരിക്കണം നമ്മൾ, പരിശുദ്ധാത്മാവിന്റെ ബന്ധനത്തിലായിരിക്കണം. ലോകത്തിന്റെ ആത്മാവിനെ, ദുഷ്ടാത്മാവിനെ കഴിവതും എന്നല്ല പൂർണ്ണമായി അകറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവിനാൽ പ്രചോദിതരായി എപ്പോഴും വർദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും വിശുദ്ധി ഈ നോമ്പുകാലത്ത് നമ്മൾ അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വരിക, അതിന്റെ എല്ലാം അർത്ഥം ഇത് തന്നെയാണ്, ഈ സ്വർഗരാജ്യ സ്ഥാപനം. പ്രിയമുള്ളവരെ, ഞാൻ സമാപിക്കുക. ഇന്നത്തെ ദിനത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വാസ്തവത്തിൽ ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് കാനോനികമായിട്ട് പിതാവ് കാനോനൊക്കെ അനുസരിച്ചാണ് സംസാരിച്ചത്. കാനനിലോ അനുസരിച്ച് അഭിയുന്ന പിതാവ് തന്നെയാണ് ഇതിന് പ്രധാന കാർമ്മികനായിട്ട് നിൽക്കേണ്ടത്. ഞാൻ കൂട്ടത്തിൽ നിൽക്കും. കാരണം കാനോനികമായിട്ട് ഈ പ്രാദേശിക സഭയുടെ അധ്യക്ഷൻ അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. ഞാൻ വിരമിച്ച മെത്രാനാണ്. അവയെങ്കിലും പിതാവ് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വടിയും മുടിയും വെച്ച് നിങ്ങളുടെ മധ്യത്തിലൂടെ ഇങ്ങോട്ട് വന്നു. ഇന്ന് വടിയും മുടിയും വെക്കേണ്ടവൻ ഞാൻ വിരമിച്ച മെത്രാൻ എന്നുള്ള നിലയിൽ പിതാവാണ് വയ്ക്കുന്നത്. പിതാവിന്റെ സ്നേഹത്തിന് നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും അതുപോലെ തന്നെ കരുതലിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ വിരമിച്ചു കഴിഞ്ഞപ്പോൾ പല രൂപതകളിൽ നിന്നും അഹമഹമികയ എനിക്ക് ക്ഷണം ലഭിക്കുകയാണ്. പക്ഷെ ക്ഷണങ്ങളൊന്നും ഞാൻ നിരസിക്കുന്നില്ല. കാരണം ഇനി സ്വതന്ത്രമായിട്ട് ശുശ്രൂഷകൾ ചെയ്ത് കർത്താവ് നൽകുന്ന ആന്തരികമായ ആനന്ദം അനുഭവിച്ച് മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് സഭയുടെ മുന്നോട്ടുള്ള തീർത്ഥയാത്രയിൽ അംഗമാകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിലെ അസ്വസ്ഥതകൾ മാറാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ കളവുകൾ പറഞ്ഞ് കള്ളങ്ങൾ പറഞ്ഞ് വളരുന്ന പിള്ളേര് പിന്നീട് പ്രായമാവുമ്പോൾ വലിയ കള്ളങ്ങൾ പറയും. ചെറിയ കളവുകൾ ചെയ്ത് ശീലിക്കുന്നവർ പിന്നീട് വലിയ മോഷ്ടാക്കളായെന്നും അല്ലെങ്കിൽ അവർക്ക് പരിവർത്തനമുണ്ടാകും. ഇതുപോലെയുള്ള ഒരു വ്യതിചലനത്തിന്റെ ആവർത്തിച്ചുള്ള അഭ്യാസം കൊണ്ട് കിട്ടിയ ഒരു തെറ്റായ സമീപനമാണ് ഇപ്പോൾ നമുക്ക് ഒരതിരൂപതയിൽ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകളുടെ കാരണം. ഇതൊക്കെ ഏറ്റവും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി ഞാനാണ്. ഇനി ഞാൻ മാറി നിന്നാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് വരികിൽ അതാണ് നല്ലതെന്ന് കരുതി ഞാൻ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു, സ്വയം പിന്മാറാനായിട്ടുള്ള സന്നദ്ധതാപിക്കുന്ന പിതാവിനെ അറിയിച്ചു. ഇതാണ് രഹസ്യം. ഈ രഹസ്യത്തിൽ വലിയ മറ്റൊരു വസ്തുതയില്ല. അപ്പോൾ അങ്ങനെ മാറുന്ന മട്ട് കാണുന്നില്ല. പക്ഷെ എന്ന് വരികിൽ മാറും. ഇത് തീർച്ചയായിട്ടും മാറും. ദൈവരാജ്യത്തിന്റെ സ്ഥാപനം, സഭയുടെ കൂട്ടായ്മയുടേതായിട്ടുള്ള നിലനിൽപ്പ്, ഇത് നമ്മുടെ മാത്രം ആഗ്രഹമൊന്നുമല്ല. ഇത് പ്രഥമത ദൈവത്തിന്റെ ആഗ്രഹം. ദൈവമാണ് മനുഷ്യന് രക്ഷ നൽകുകയും ആ രക്ഷയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് സഭയെ നിർദ്ദേശിക്കുകയും ആ സഭയില് മാർപ്പാപ്പമാരെയും മെത്രാന്മാരെയും വൈദികരെയും ഒക്കെ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വരികില് സഭ തീരുമാനിച്ചത് നടപ്പിലാകും. കാലത്തിന്റെ പൂർണ്ണതയില് അത് നടക്കും. എപ്പോൾ എന്നുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കാം. തീർച്ചയായിട്ടും സഭ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അത് പൂർത്തിയാകാതുള്ള ഒരു ഭാവി ഈ സഭയ്ക്കില്ല. അത് പൂർത്തിയായേ പറ്റൂ എന്നുള്ളത് സഭയുടെ നിർബന്ധമാണ്, പരിശുദ്ധ പിതാക്കന്മാരുടെ നിർബന്ധമാണ്, മാർപ്പാപ്പായുടെ നിർബന്ധമാണ്. അതുകൊണ്ട് സഭയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ, ഇപ്പോഴത്തെ മെത്രാൻ സിനഡിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ, ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപ്പോലീത്തായെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എളിയവനായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.